പരിഹരിച്ചല്ലോ. 7.5 വർഷം കൊണ്ട് ഈ സർക്കാരിന് പരിഹരിക്കാൻ പറ്റാത്ത എന്ത് കാര്യങ്ങളാണ് അവർ ഈ യാത്ര കൊണ്ട് പരിഹരിക്കുന്നത്? ഇതിനു മുമ്പും ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി. അദ്ദേഹം ഇതുപോലൊരു യാത്ര നടത്തി. അത് ഇത്തരത്തിലുള്ള പ്രഹസനപരമായ യാത്രയോ ഇതുപോലെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കൊണ്ടുള്ള യാത്രയൊന്നും ആയിരുന്നില്ല. പോസിറ്റീവായിട്ട് കാണാൻ പറ്റില്ല. പാവപ്പെട്ട ജനങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ ഒരു ഇതായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവരിങ്ങനെ ഈ ആഘോഷം വെച്ചിട്ട് എന്തിനാണ് കാര്യം? ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അവർ ചെയ്തിട്ട്. മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. മലയാള ജനത ന്യൂസിന്റെ പുതിയൊരു ലൈവിലേക്ക് ഇവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാവച്ചമ്പലത്താണ്. നമുക്കറിയാവുന്നത് 5ാമത്തെ യാത്രയാണ്, നവകേരള സദസ്സിന് ജനപക്ഷം തേടിയുള്ള ഒരു യാത്ര. ഇന്ന് വർക്കലയിൽ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മന്ത്രിമാരും എത്തിക്കഴിഞ്ഞു. ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കാൻ, അതിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടാണ് യാത്ര തിരുവനന്തപുരത്ത് വർക്കലയിൽ എത്തിയത്. വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ഇത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പലരുടെയും പരാതികൾ തീർക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഇന്നലെയൊക്കെ നമ്മൾ ചാലയിലും ഐസ് ബോർഡും പെരുത്തുവഴിയിലുമായിട്ടൊക്കെ ഒരുപാട് ആളുകളുടെ അഭിപ്രായങ്ങൾ നമ്മൾ തേടി. എന്നാൽ ഇന്ന് പ്രാവശ്യപ്പെടുത്താൻ എത്തിയത് പ്രതിപക്ഷം ആക്ഷേപിക്കുന്നത് പോലെ തന്നെ ഇത് ഭരണക്കോട്ടം മറയ്ക്കാനുള്ള ഒരു, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു വെറുമൊരു മറയാണ് ഈ ഒരു യാത്ര എന്ന് അവകാശപ്പെടുമ്പോൾ, ഇല്ല, ഇത് ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേട്ടുകൊണ്ട് അവരിന് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് ഭരണപക്ഷം വരുന്നു. ഇന്നലെയും ഇന്നുമായി സെക്രട്ടറിയുടെ മുമ്പിൽ യൂത്ത് കോൺഗ്രസും അതോടൊപ്പം തന്നെ പോലീസും ഏറ്റുമുട്ടി. അതും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ്. എന്തായാലും ഇതിന്റെ ഒരു ലൈവിലേക്കാണ് ഇന്ന് പ്രേക്ഷകർ ക്ഷണിക്കുന്നത്. ഈ ഒരു നവകേരള സദസ്സിനെ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നുണ്ട്, ഇത് ജന അഭിപ്രായം എന്താണ്? നമുക്കിന്ന് ഇന്നത്തെ 5ാമത്തെ യാത്രയിലൂടെ നമുക്ക് എന്തായാലും ഒന്ന് സഞ്ചരിക്കാം. ആൾക്കാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രാവശ്യപ്പെടുത്താണ്, തിരക്കുള്ള ഒരു സമയമാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ എന്താണ് ഇവിടെ ജനങ്ങൾക്ക് പറയാനുള്ളതെന്നും നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഒന്ന് ചോദിക്കേണ്ടതുണ്ട്. നോക്കാം. എന്തായാലും ഇപ്പോൾ ഈ നവകേരള സദസ്സ് ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്നുണ്ട്. അത് ജനങ്ങളുടെ പരാതികൾ നേരിട്ട് സ്വീകരിച്ചുകൊണ്ട് അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താനെന്നാണ്. എങ്ങനെയാണ് ഈ യാത്ര കാണുന്നത്? പൂർണ്ണമായിട്ട് ഇതിനെ വിശകലനം ചെയ്തിട്ടില്ല. എങ്കിലും കുറച്ചു പേർക്ക് നല്ലത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും രണ്ടും നോക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രതിപക്ഷം ആക്ഷേപിക്കുന്നത് പോലെ ഭരണക്കോട്ടം മറയ്ക്കാനുള്ള യാത്രയായിരിക്കും ഇത്? അത് ജനങ്ങളാണ് വിലയിരുത്തേണ്ടത്. എല്ലാവരും കൂടെ ഇത് കഴിഞ്ഞതിന് ശേഷം വരും പരാതികൾ നോക്കി അതിന് കണക്കായിട്ടുള്ള അഥവാ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തുമെങ്കിൽ ഈ യാത്ര എന്തായാലും നന്നായി. ശാശ്വത പരിഹാരം കണ്ടെത്തുമെങ്കിൽ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ മാത്രമാണ് ഈ പ്രവർത്തനം. അപ്പോൾ ഇതാണ് ഒരു സുഹൃത്തിന് പറയാനുള്ളത്. എന്താണ് പുതിയൊരു ആളും കൂടെ എന്തായാലും ഉണ്ട്. നമുക്കത് ഒന്ന് ചോദിച്ചു പോകേണ്ടതുണ്ട്. എന്താണ് പേര്? ജോൺസൺ. നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഇപ്പോൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ജനങ്ങളുടെ പരാതികൾ നേരിട്ട് മലയാളം അറിയില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി தெரியுமா? ഇല്ല, അവരെല്ലാം മന്ത്രിമാരെല്ലാം കൂടെ ഒന്നിച്ച് യാത്ര ചെയ്ത് ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അത് தெரியுமா? അത് എപ്പോഴും നല്ല കാര്യമാ? എല്ലാത്തിനും നല്ല കാര്യം. എന്നാൽ ഇത് പ്രതിപക്ഷം போடுறதுக்கா இல்ல இது கண்ணிலே பொடியிடறதுக்கு, அதாவது இந்த பரணத்திலே கோட்டை மறக்கிறதுக்கு வேண்டியதான் இந்த யாத்திரா. அதுக்கு எப்படி காண? அது ஒவ்வொரு ஆளுக்கு ஒவ்வொன்றும் പറയും. ഒന്നും தெரியல. ഓക്കെ. എന്തായാലും இந்த മുഖ്യമന്ത്രി எல்லாமே ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നേരിട്ട് தான் ഇറങ്ങി വരുക. ഇത് നല്ല കാര്യമാ இல்ல ചീത്ത കാര്യം? இது நல்ல காரியம் தான். நல்லது பண்ணணும். நல்லது பண்ணணும். நல்லது பண்ணா ஓகே தான். ஓகே தான். ஆமா. இல்லனா മാത്രം தான் ഇത് പൊഴി. അതെ. ആമാ. ഓക്കെ. അപഹാസ്യം എന്നല്ലാതെ ഈ യാത്രയെക്കുറിച്ച് മറ്റൊന്നും പറയാനാണ് തോന്നാത്തത്. കാരണം ഇതിനു മുമ്പും ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി. അദ്ദേഹം ഇതുപോലൊരു യാത്ര നടത്തി. അത് ഇത്തരത്തിലുള്ള പ്രഹസനപരമായ യാത്രയോ ഇതുപോലെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കൊണ്ടുള്ള യാത്രയൊന്നും ആയിരുന്നില്ല. അപ്പൊ ആ ഉമ്മൻചാണ്ടി ഈ യാത്ര നടത്തുമ്പോൾ തന്നെ പാർട്ടി ഗുണ്ടകളെ വിട്ട് അദ്ദേഹത്തെ വധിക്കാനും കൊല്ലാനും അപകടപ്പെടുത്താനും ശ്രമിച്ച ഒരു കക്ഷികളാണിപ്പോ പുതിയ യാത്ര നടത്തി ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സാധാരണക്കാരുടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് ബാണം പോലെയാണ് വില മുഴുവൻ സാധനങ്ങൾക്കും കുതിച്ചുയർന്നിരിക്കുന്നത്. മാത്രമല്ല ക്ഷേമ പെൻഷൻ മുതൽ ഇങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ട്, അതുപോലെ KSEB അടങ്ങുന്ന അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ ഉള്ള തൊഴിലാളി വർഗത്തിന് ശമ്പളം പോലും സമയത്തിന് കൊടുക്കാതെ അവരെയൊക്കെ പട്ടിണിക്കിട്ടുകൊണ്ടും അവരൊക്കെ റോഡിൽ ശയന പ്രദർശനം നടത്തുന്ന കാഴ്ചയാണ് ഈ പിണറായി സർക്കാരിന്റെ 2 സർക്കാരുകളുടെയും തുടക്കം മുതൽ ഇതുവരെ ഈ 1.5 കൊല്ലം വരെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോടികൾ ചെലവഴിച്ചുകൊണ്ടുള്ള ഈ യാത്ര തികച്ചും അപഹാസ്യമാണ്. ഇത് കേരള ജനത തിരിച്ചറിയുകയും ഇതിന്റെ ഭവിഷ്യത്ത് വരും കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ നേരിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് എനിക്ക് ഈ നാട്ടിലെ പൗരൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്, ഇത് മനസ്സിലാക്കി
മന്ത്രിയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്ന് പറയുമ്പം കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറഞ്ഞതുപോലെയുള്ള കള്ളന്മാരുടെ ഒരു കൂട്ടുകച്ചവടമായിട്ടാണ് ഈ ബസ്സിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജനം ഇതിന് കൃത്യമായി പ്രതികരിക്കും എന്ന് തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പക്ഷേ ഈ യാത്രയിൽ സത്യത്തിൽ ഇപ്പോ കാസർഗോഡ് തുടങ്ങിയ ഈ ഒരു യാത്ര ഇതിന്റെ ആഡിയോമാർ അടക്കം പറയുന്നത് ഇതിനൊരു ഫീഡ്ബാക്ക് കാണുന്നുണ്ട്, ഒരു നല്ലൊരു സ്ട്രെങ്ത് ആയിട്ട് ഇത് കാണുന്നുണ്ട്. അഥവാ പരാതികൾ കൊടുക്കുന്നവർക്ക് അവർക്ക് ഉടനെ തന്നെ OTP അവരുടെ മൊബൈലിലേക്ക് കിട്ടുന്നുണ്ട്. 2 ആഴ്ചയ്ക്കകം അത് സ്വീകരിച്ചെന്നുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ട്. 4 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഏത് പരാതിയാണോ അവർ കൊടുത്തത് ആ വിഭാഗത്തിലുള്ള ആളുകൾ അവരുമായി ബന്ധപ്പെട്ട് അതിനൊരു പരിഹാരം കാണാൻ ശ്രമിക്കുന്നു എന്നാണ്. അപ്പൊ അതൊരു നല്ലൊരു കാര്യമായിട്ടല്ലേ തോന്നുക? ഒരിക്കലുമല്ല. കാരണം അത് ആളുകളെ പറ്റിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്തപ്പം സഡൻലി അപ്പോൾ തന്നെ പരിഹാരം കണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്ത നിരവധി വിഷയങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് അനുഭവിച്ച ആളുകളുടെ ഫീഡ്ബാക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവുമായി പോകുമ്പോൾ ലക്ഷോപലക്ഷം ജനങ്ങളായിരുന്നു ഈ വഴിയാത്രയിൽ മുഴുവനും അണിനിരുന്നത്. അത് തീർച്ചയായും സത്യസന്ധമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. എന്നാൽ ഇത് വെറുതെ വന്നിരിക്കുന്നു, കൂടെ ആഡംബരം കാണിക്കുന്നു, പിന്നെ മന്ത്രിമാരെന്ന് പറഞ്ഞുകൊണ്ട് ഖജനാവിലെ പണം ദൂർത്തടിച്ച് പാർട്ടി സഖാക്കന്മാർക്കും അതുപോലെ മിഷ്ടാന്ത ഭക്ഷണ ഭോജനത്തിന് വേണ്ട തയ്യാറെടുപ്പുകൾ എടുത്ത് റോഡ് നിങ്ങളുടെ തൂറി നാറ്റുന്ന രീതിയാണ് ഇപ്പോൾ നടന്നു വരുന്നതായിട്ടാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായും ഇന്നിപ്പോ ഇവിടെ വർക്കല എത്തിയപ്പോൾ മന്ത്രി പറയുകയും ചെയ്തു. കാരണം മന്ത്രി നടക്കുന്നതിലെ സൈനിക സാമ്രാജ്യം, അതോടൊപ്പം തന്നെ അംഗരക്ഷകർ, സ്വിമ്മിംഗ് പൂളുള്ള വണ്ടി, ആധുനിക സംവിധാനങ്ങൾ എന്നൊക്കെ കൊട്ടിഘോഷിക്കുന്നത് വെറും വാക്കാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. മാത്രമല്ല ഇപ്പൊ പ്രതിപക്ഷ നേതാവ് സതീശൻ തന്നെ പറഞ്ഞത് ഇനി കൈകൊണ്ട് നമ്മൾ നേരിടും, ഒരു പേപ്പർ പോലും ചുരുട്ടിയിടാൻ പാടില്ല എന്ന് പറഞ്ഞ പ്രവർത്തകരെ ഞങ്ങൾ ഇനി ആക്രമിക്കാൻ തന്നെ അഥവാ ആഹ്വാനം ചെയ്യും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയും ഇന്നുമായി ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ ശക്തമായ ഒരു അക്രമമാണ് സെക്രട്ടറിന് മുൻ നടന്നത്. പോലീസുകാര് മുട്ടയിൽ മുളക് പൊടി എറിഞ്ഞത് അവസരം ഉണ്ടായി. ഇത് സത്യത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ സാക്ഷാൽ വ്യക്തിച്ചതാണോ സത്യത്തിൽ ഈ ഒരു പ്രകടനത്തെ കാണുമ്പോൾ? ഒരിക്കലുമല്ല. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യമായി തന്ന മഹാപ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ കോൺഗ്രസിന്റെ യുവജന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ്. ആ യൂത്ത് കോൺഗ്രസ് എത്രയോ കാലങ്ങളായി ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നിരവധി സമര പോരാട്ടങ്ങളിൽ പങ്കെടുക്കുകയും ഈ സമര പോരാട്ടത്തിൽ നിരവധി ചെറുപ്പക്കാരെ അടിച്ച് തളർത്തി അവരെ അവസരാക്കി മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ പോലീസിന്റെ കിരാത വാഴ്ചയ്ക്കും ഒക്കെ അവരെല്ലാം വളരെ അതിക്രൂരമായി പൈശാചികമായ രീതിയിലായിരുന്നു മർദ്ദിച്ചിരുന്നത്. പെൺകുട്ടികൾക്ക് പോലും കൃത്യമായി വസ്ത്രധാരണം നടത്തി പോവാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു അവരുടെ വസ്ത്രാക്ഷേപം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരൊക്കെ ദുശാസനന്മാർ ആയി മാറുന്ന കാലഘട്ടമാണ് ഇപ്പോൾ പിണറായിയുടെ ഭരണത്തിന് കീഴിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഉദാഹരണമാണ് ഇന്നലെ സെക്രട്ടേറിയറ്റ് പടിക്കൽ യൂത്ത് കോൺഗ്രസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ പോലീസുകാർ വളഞ്ഞു നിന്നുകൊണ്ട്, പുരുഷ പോലീസുകാരന്മാർ വളഞ്ഞു നിന്നുകൊണ്ട് സ്ത്രീ പോലീസുകാരി അവരെ വസ്ത്രാക്ഷേപം നടത്തിയതായിട്ട് നമുക്ക് എല്ലാ ചാനലുകളിലും കാണാൻ കഴിഞ്ഞു. മാത്രമല്ല ഒരു കാര്യം കൂടെ എടുത്ത് പറയേണ്ടത്, ഈ പാർട്ടികൾക്കൊക്കെ ഇത്രയും സ്വതന്ത്രമായി ഇവിടെ പ്രവർത്തിക്കാൻ അവകാശം വാങ്ങി തന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. 1947 കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരനെ ഈ മണ്ണിൽ നിന്ന് തൂത്തെറിഞ്ഞുകൊണ്ട് തുരത്തി പായിച്ചുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും എല്ലാ ജാതി രാഷ്ട്രീയ വിഭാഗത്തിനും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു സ്വതന്ത്രം ഉണ്ടാക്കി തന്ന ഒരു മഹാപ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ ജനാധിപത്യപരമായി ഈ ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ ഭരണാധികാരികൾക്കെതിരെ ജനാധിപത്യപരമായി ശബ്ദമുയർത്തുമ്പോൾ അടിച്ചമർത്തി അവരെ കൊല്ലാൻ ശ്രമിക്കുന്ന അവിടെ ഈ പോലീസുകാരുടെ നേരെ ഈ മുട്ടയിൽ മുളക് മാറി എറിയുക അല്ലെങ്കിൽ മുളക് വെച്ച് എറിയുക എന്ന് പറയുന്നത് ജനാധിപത്യമാണോ? അല്ലെങ്കിൽ ഇപ്പോൾ സതീശന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞതിന്റെ ഒരു അർത്ഥമാർത്ഥമാണോ? തീർച്ചയായിട്ടും അവരെ അടിച്ച് ഇനി ക്ഷമയുടെ ഏറ്റവും വലിയ നെല്ലിപ്പലക അവരെല്ലാം മരണത്തിന്റെ വക്കിലോട്ട് എത്തുന്ന രീതിയിലായിരുന്നു ഈ ചെറുപ്പക്കാർ എല്ലാം എത്തപ്പെട്ടിരിക്കുന്നത്. അത് സഖികെട്ടാൽ അണമുട്ടിയാൽ ചേരയും കടിക്കുമെന്നുള്ള ചൊല്ലിനെ ആസ്പദമാക്കുന്ന രീതിയിൽ സഖികെട്ടിട്ട് ആ പ്രതിഷേധം അല്ലെങ്കിൽ ആ പ്രതിരോധം തീർത്ത് മുന്നേറിയതായിരിക്കണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സദസ്സിനെ കുറിച്ച് ഇപ്പൊ നമ്മുടെ ടോപ്പിക് നവകേരള യാത്രയെ കുറിച്ചുള്ള ഒരു ടോപ്പിക്കാണ്. അത് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എങ്ങനെ കാണുന്നുണ്ട്? അതിന് വേണ്ട അവകാശം എന്ന് തന്നെയാണ്. അപഹാസ്യം, 100% അപഹാസ്യമാണ്. ഈ സംസ്ഥാനത്തിന്റെ ഇല്ലാത്ത പണം കടം വാങ്ങിയും കൊള്ളയടിച്ചും ഇതിനെ തൂർത്തടിക്കുന്ന മന്ത്രിമാരും ഇത് ജനങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഈ കഷ്ടപ്പാടിൽ നിന്നും ദുരിതക്കയത്തിലേക്ക് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്ന പ്രവണതയാണ് ഈ ഗവൺമെന്റും മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്നു എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. ദീർഘമായി തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. പ്രതിപക്ഷത്തിന്റെ ഒരാളാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാലും 2-3 പേരെടുത്തോട് നമുക്ക് എന്തായാലും ചോദിച്ച് ഒന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഭയങ്കര പരിപാടിയുണ്ട്, നല്ല സൂപ്പറാണ്. ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കണ്ട് അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താനാണ് മുഖ്യമന്ത്രി മറ്റും പുറപ്പെട്ടത്. എന്നാൽ
സംസ്ഥാനത്തുള്ളത് ആയിരിക്കും. അഥവാ ഇത് വെറും അപഹാസ്യം മാത്രമാണ്. അവകാശം തന്നെയാണ്. കാരണം സത്യത്തിൽ ഇവിടെ പലരും പറയുന്നത് അതിനൊരു ഗുണം കാണുന്നുണ്ട്. ജനങ്ങളുടെ പരാതികൾ ഒരിടത്ത് കെട്ടിക്കിടക്കുന്നുണ്ട്. അതിനൊരു പരിഹാരം കാണാനാണ് ഈ യാത്ര എന്നാണല്ലോ. അപ്പൊ അത് എങ്ങനെ പോസിറ്റീവ് കണ്ടു? പോസിറ്റീവായിട്ട് കാണാൻ പറ്റില്ല. പാവപ്പെട്ട ജനങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ ഒരു ഇതായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവരിങ്ങനെ ഈ ആഘോഷം വെച്ചിട്ട് എന്തിനാണ് കാര്യം? ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അവർ ചെയ്തിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വേണ്ടാത്തൊരു കാര്യമാണ്. വേണ്ടത് എന്നൊരു തീരുമാനം വേണ്ടെന്നുള്ള തീരുമാനം ഇല്ല. അപ്പൊ ഇവിടെ വരുമ്പോ താങ്കൾ അതിനെ എതിർക്കുകയും ചെയ്യുന്നു. എതിർക്കുകയും പിടിക്കുകയൊന്നുമില്ല. അത് അവരെ നമ്മൾ അന്നൊന്ന് ജോലി ചെയ്തിട്ട് നമുക്ക് അന്നൊന്ന് ജീവിക്കാൻ പറ്റും. ജീവിക്കുന്നു. അപ്പൊ സത്യത്തില് ഈ ഒരു യാത്ര അനാവശ്യമാണ്. അനാവശ്യം. സാറേ, ഇപ്പോ ഈ നവകേരള യാത്രയെ കുറിച്ചുള്ള ഒരു ജസ്റ്റ് അഭിപ്രായം തേടി ഇറങ്ങിയതാണ് മലയാള ജനത ന്യൂസ്. എങ്ങനെയാണ് ഈ ഒരു യാത്രയെ കാണുന്നത്? പ്രതിപക്ഷം ആക്ഷേപിക്കുന്നത് പോലെ ഇതൊരു അപഹാസ്യമാണോ, ഇല്ല ജനങ്ങളുടെ സേവനത്തിനാണോ? അവകാശമൊന്നല്ല പറയേണ്ടത്. പാവപ്പെട്ട ജനങ്ങൾ ഇവിടെ കഞ്ഞിക്ക് നിവൃത്തിയില്ലാതെ തെണ്ടുകയാണ്. ഇവിടെ പട്ടിണി കൊണ്ട് ആളുകൾക്ക് നിവൃത്തിയില്ലാത്ത സമയത്ത് ഇത്രയും ലക്ഷം രൂപ ചെലവാക്കി നവകേരള യാത്രയുടെ യാതൊരു കാര്യവുമില്ല. കാരണം ഇതിനു മുമ്പുള്ള മുഖ്യമന്ത്രിമാര് ഉമ്മൻചാണ്ടി ഓരോ സംസ്ഥാനത്ത് പോയിരുന്ന് അവിടെയുള്ള ആളുകളോട് സംസാരിച്ച് കാര്യങ്ങൾ പരിഹരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോവുകയാണ്. ഇപ്പോ എന്ന് പറഞ്ഞാൽ ഇത്രയും ലക്ഷം രൂപയ്ക്ക് എക്സ്ട്രാ ചെലവുകൾ വാരി കോരി നടന്നിട്ടാണ് ഈ നവകേരള യാത്ര നടക്കുന്നത്. ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? ഇത് രാഷ്ട്രീയവൽക്കരിക്കണമല്ല. സാധാരണക്കാരന് ജീവിക്കാൻ നിവൃത്തിയില്ല, ബിസിനസ്സുകാരന് ജീവിക്കാൻ നിവൃത്തിയില്ല. ഉള്ള പൈസ എല്ലാം ബംഗാളി കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ പട്ടിണിയും ദാരിദ്ര്യവും കിടക്കുകയാണ്. പോലും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇന്ന് കേരളം പോകുന്നത്. മനസ്സിലായില്ലേ? ഞാൻ ഉമ്മൻചാണ്ടി ഇതുപോലത്തെ ജനസമ്പർക്ക പരിപാടികൾ നടത്തിയുള്ള ഓരോ ജില്ലയിൽ അദ്ദേഹം സ്വന്തം വണ്ടി പോയിരുന്ന് അവർ സംസാരിച്ച് ജനങ്ങളുടെ കാര്യങ്ങൾ പരിഹരിച്ചല്ലോ. 7.5 വർഷം കൊണ്ട് ഈ സർക്കാരിന് പരിഹരിക്കാൻ പറ്റാത്ത എന്ത് കാര്യങ്ങളാണ് അവർ ഈ യാത്ര കൊണ്ട് പരിഹരിക്കുന്നത്? അതൊന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു. 7.5 വർഷം കൊണ്ട് അവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് അവർ പരിഹരിക്കുന്നത്? ഇടതുപക്ഷ പ്രസ്ഥാനത്തെയോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയോ അല്ല കുറ്റം പറയുന്നത്. AKG, EMS, നായനാറും അച്യുതാനന്ദനും ഒക്കെ ഭരിച്ച പ്രസ്ഥാനത്തെ അല്ല കുറ്റം പറയുന്നത്. ഇവരെ കുറച്ചുപേരുടെ വ്യക്തി താല്പര്യവും അവരുടെ പാർട്ടിക്കാരുടെ താളത്തിനൊപ്പം തുള്ളുന്നതാണ് ഈ ജനയാത്ര. ഈ ഒരു യാത്ര എന്തായാലും അപഹാസ്യമാണ്. അപഹാസ്യമല്ല ഈ യാത്ര. അപഹാസ്യം എന്നല്ല പറയേണ്ടത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോകുന്നതുകൊണ്ട് അപഹാസ്യം എന്നല്ല പറയേണ്ടത്. ഇത് എക്സ്ട്രാ ചെലവാണ്. കാരണം ഇതുകൊണ്ട് ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല. ഞാനൊരു പരാതി കൊടുത്തിട്ട് 4.5 വർഷമായി സെക്രട്ടേറിയറ്റ് ഒരു പരാതി കൊടുത്തിട്ട് നിസ്സാര പ്രശ്നത്തിന് പരിഹാരം ഇന്ന് വരെ നടന്നിട്ടില്ല. അല്ല, ആ പരിഹാരം നേരിട്ട് കേൾക്കാനാണ് മുഖ്യമന്ത്രി എത്തുന്നതാണ് അവകാശപ്പെടുന്നത്. എങ്കിൽ നമുക്ക് അവിടെ പോകണ്ടേ? അവിടെ പോയി കഴിഞ്ഞാൽ പരിഹാരം പരിഹരിക്കാൻ പറ്റുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടുത്തെ ജനങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പരിഹരിക്കാൻ പറ്റില്ല മാഷെ, പരിഹരിക്കാൻ പറ്റില്ല. സെക്രട്ടേറിയറ്റിനകത്ത് ഇരിക്കുന്ന ജീവനക്കാർ കാണിക്കുന്ന അഴിമതിയും എന്തെല്ലാം വൃത്തികേടുകൾ അവിടെ നടക്കുന്നുണ്ട്. ഒരു ഫയൽ കൊടുത്ത ഫയൽ കാണാനില്ല. ഇരിക്കുന്ന ജീവനക്കാരുടെ കുറുക്കിൽ താങ്ങ് കൊടുക്കുകയാണ് ഫയലുകൾ. നമ്മളയക്കുന്ന ഫയലുകൾ കുറുക്കിൽ താങ്ങ് കൊടുത്താണ് ഇരിക്കുന്നത്. ഞാനൊരു പരാതിയായിട്ട് പോയപ്പോൾ, ചെറിയൊരു പരാതി, എനിക്ക് വേണ്ടിയുള്ളതല്ല, നാട്ടുകാർക്ക് വേണ്ടിയുള്ള ഒരു പരാതിയായിട്ട് പോയപ്പോൾ എനിക്ക് കിട്ടിയ അവസരം, എനിക്ക് കിട്ടിയ അനുഭവം ഇതാണ്. അപ്പൊ ഇതുകൊണ്ട് എനിക്കിതിലുകൊണ്ട് യാതൊരു പ്രയോജനം എനിക്കുണ്ടാവും തോന്നുന്നില്ല. 7.5 വർഷം കൊണ്ട് ഈ മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ പറ്റാത്ത എന്താണ് മാഷെ ഇത് ചെയ്യാൻ പറ്റുന്നത്? 7.5 വർഷം കൊണ്ട് ഈ മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഒരു കാര്യം. രണ്ടാമതൊരു ഭരണവും ജനങ്ങൾ അവരെ ഏൽപ്പിക്കാൻ കാരണം എന്തെങ്കിലും ഒരു ഗുണം ഉള്ളത് കൊണ്ടല്ലേ? അപ്പൊ 7 വർഷം കൊണ്ട് ഗുണം ഉണ്ട് എന്നല്ലേ? ഇനിയിപ്പോ വരുന്നതിൽ നമുക്ക് എന്താണ് നോക്കി കാണേണ്ടത്? 2.5 വർഷം രണ്ടാമത്തെ ഭരണം കിട്ടിയത് എന്തുകൊണ്ടെന്നറിയോ? അത് ഇവരുടെ പുണ്യം കൊണ്ടല്ല. ഇവര് പാവപ്പെട്ട ആളുകൾക്ക് അവസാന നിമിഷത്തിൽ കുറച്ച് പൂത്ത ഫയറും പെൻഷനും ഒക്കെ കൊടുത്ത് പാവപ്പെട്ട അമ്മച്ചിമാരെ വോട്ട് പിടിച്ചാണ് അവരത് ചെയ്ത് രണ്ടാമത് ഭരണം കിട്ടിയത്. അല്ലാതെ ഭരണ അവകാശമല്ല മാഷേ. അത് നിങ്ങൾക്ക് തെറ്റായ, നിങ്ങളുടെ മീഡിയക്കാർക്ക് തെറ്റായതാണ്. അവർക്ക് രണ്ടാമത് കിട്ടിയ ഒരു മുന്നണി രണ്ടാമത് ഏത് രാജ്യത്ത് വന്നാലും ആ രാജ്യം നശിച്ചിട്ട് ചരിത്രമേ ഉള്ളൂ. ഒരു മുന്നണി രണ്ടാമത് അധികാരത്തിൽ വരാൻ പാടില്ല. ഇനി ഒരു മൂന്നാം മുന്നണി നിയമസഭയിൽ വരാൻ പറ്റുമോ? ഇവർ വരുത്തിക്കില്ല. ഇവർ വരുത്തിയാൽ ഇവർ ഇത്രയും കാലം രണ്ടുപേരും ഇടതുപക്ഷവും വലതുപക്ഷവും ചെയ്ത അഴിമതികളെല്ലാം പുറത്തു വരും. ഇവിടെ റോഡിൽ കിടന്ന് അടികൊള്ളുന്ന പയ്യന്മാരെല്ലാം മണ്ടന്മാരെന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം കൈയിട്ടുമാരൻ അല്ല, എല്ലാ അഴിമതിക്കും ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇവിടെ എന്തെങ്കിലും വികസനം കിട്ടുമെന്ന് പറഞ്ഞ് നിയമ നിയോജക മണ്ഡലത്തിൽ നിന്ന് രാജഗോപാലിനെ ജയിപ്പിച്ചു വിട്ടു. രാജഗോപാൽ അവിടെ ചെന്ന് ചെയ്ത് എന്താണ്? ഏറ്റവും നല്ല ഭരണാധികാരി പിണറായി ആണെന്ന് പറഞ്ഞ് രാജഗോപാൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ മാറ്റിക്കൊണ്ട് രാജഗോപാൽ ഇറങ്ങിപ്പോകുന്നു. അപ്പൊ ഇതിപ്പോ ഈ ഒരു ഭരണം നിയമം നിയോജക മണ്ഡലത്തിന്റെ ഒരു ശാപമായി മാറുന്നു എന്നാണോ? അല്ല, ഇതിപ്പോ ഈ ഭരണത്തിന് ജനങ്ങളുടെ ഒരു ഗുണമായിട്ടാണ്. നിയമ നിയോജക മണ്ഡലം എന്നല്ല, ഈ കേരളം മൊത്തം ഇപ്പൊ ഈ ഭരണം കൊണ്ട് ഒരു പ്രയോജനമില്ല. താങ്കൾ കാസർഗോഡ് മുതൽ പാറശാല വരെ അന്വേഷിച്ച് നോക്കൂ, ഒരു പ്രയോജനവും ഇല്ല. ഒരു പ്രയോജനം ഈ ഭരണം കൊണ്ട് ഒരു പ്രയോജനമില്ല. സാധാരണക്കാരന് വല്ലതും കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണക്കാരന് കിട്ടുന്നില്ല. പക്ഷെ അവരെ പാർട്ടിക്കാരൻ നന്നാകുന്നുണ്ട്, അവരെ പാർട്ടി പ്രവർത്തകർ നന്നാകുന്നുണ്ട്. ഈ റോഡിൽ കിടന്ന് അടികൊള്ളുന്നത് ആരെന്നറിയോ? പാവപ്പെട്ട പയ്യന്മാരാണ് അടികൊള്ളുന്നത്. പാർട്ടിക്കാരുടെ മക്കളൊന്നും അല്ല. പാർട്ടിക്കാരുടെ മക്കൾ ലണ്ടനിലും അമേരിക്കയിലും പഠിക്കുമ്പോൾ ഇവിടെ റോഡിൽ കിടന്ന് അടികൾ കൊള്ളുന്നതും ഇടികൊള്ളുന്നതും ഒക്കെ പാർട്ടിക്കാർ വിവരമില്ലാത്ത ജനതയായി നമ്മുടെ പാർട്ടിക്കാർ മാറുന്നു എന്നർത്ഥം. അതെ, നമ്മളെ ജനങ്ങൾ വിവരമില്ലാതെ അടുത്ത നിയമസഭ ഇലക്ഷൻ വരട്ടെ, ഇവിടുന്ന് ഓരോ നിയോജക മണ്ഡലത്തിൽ 50,000 പേര് വെച്ച് വോട്ടിടാതിരിക്കട്ടെ, 50,000 പേര് വെച്ച് വോട്ടിടാതിരിക്കട്ടെ, എന്ത് സംഭവിക്കും നമുക്ക് നോക്കാമല്ലോ. നിങ്ങളിത് സാധാരണക്കാരൻ നമ്മളോട് അല്ല ചോദിക്കേണ്ടത്. സാധാരണ ജനങ്ങൾ ഇതാ നിൽക്കുന്ന അമ്മച്ചിയോട് ചോദിച്ചു നോക്കൂ. അമ്മച്ചിക്കൊന്നും ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ് വരുന്ന. പക്ഷേ അമ്മച്ചി എങ്ങനെയാണ്? മന്ത്രിമാരൊക്കെ
എങ്ങനെയാണ് ഇപ്പോഴത്തെ നിത്യ ആട് നോട്ടും പോലെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടിക്കൊണ്ടിരിക്കുകയാണ്? അപ്പൊ മുഖ്യമന്ത്രി നിങ്ങളുടെയൊക്കെ പരാതികൾ നേരിട്ട് കേൾക്കാനാണ് ഇപ്പൊ പുറപ്പെട്ടിരിക്കുന്നത്. ഈ യാത്ര അനാവശ്യമാണോ അല്ല ആവശ്യം? അനാവശ്യം തന്നെ കാണിക്കുന്നത്, അനാവശ്യം തന്നെ. അനാവശ്യമാണ്. അതെ, എന്തായാലും ഒരു 100% അനാവശ്യം തന്നെ. അനാവശ്യമാണ്. അതെ. ഒരു ഉപകാരമില്ല. ഇല്ല, ഉപകാരമില്ല. യെസ്, ഓക്കെ. അപ്പൊ ഏതായാലും നമ്മുടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കാണാൻ ഇനിയും സമയം അഥവാ ഇപ്പോ വർക്കല എത്തി. ഇനി അതിനുശേഷം ഇനി ഇവിടെ നിയമനിയോജക മണ്ഡലത്തിൽ അവിടെ പൂജപ്പുരയും അതോടൊപ്പം തന്നെ കോവളത്തും നെയ്യാറ്റിൻകരയുമായി ഈ യാത്ര മന്ത്രിയും അതോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാരും എത്തുന്നുണ്ട്. ഇവിടെ ജനങ്ങളുടെ പരാതികൾ നേരിട്ട് സ്വീകരിച്ചതിന് പരിഹാരം കാണും എന്ന് തന്നെയാണ് അവകാശപ്പെടുന്നത്. എങ്കിലില്ല, പ്രതിപക്ഷം പറയുന്നത് പോലെ ഇതൊരു പരിഹാസമാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ പണം തിന്ന് മുടിക്കുന്ന അല്ലെങ്കിൽ അതിനെ പാഴാക്കി കളയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ ഒരു യാത്ര എന്നാണ് അവരും അവകാശപ്പെടുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. തുടർന്ന് നാളെയും മറ്റന്നൊക്കെ ഇവിടെ തന്നെ തിരുവനന്തപുരത്തെ പല മണ്ഡലങ്ങളുടെ കീഴിലും ഈ ഒരു നവകേരള യാത്രാ സദസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ന് വർക്കലയും നല്ല നിലയിൽ തന്നെ പിണറായി വിജയൻ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴും ചോദിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് എന്ത് നേട്ടം കേരളത്തിൽ ഉണ്ടാക്കി 7 വർഷമെന്ന് ചോദ്യത്തിന് ഒരു മറുപടി നമ്മൾ കണ്ടെത്തേണ്ടതാണ്. കാത്തിരുന്ന് കാണാം. പുതിയ ന്യൂസുമായി കാണുന്നത് തൽക്കാലം വിടാം. ബൈ. മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.